പാലക്കാട് ചെറുപ്പുളശ്ശേരി വെള്ളനേഴിക്ക് സമീപം വാട്ടർ ടാങ്ക് പൊട്ടിവീണ അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. ബംഗാൾ സ്വദേശിയായ ഷാമിലിയും കുഞ്ഞുമാണ് മരിച്ചത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, ഈ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അമ്മയും കുഞ്ഞും, എനിക്ക് സംശയം തോന്നുന്നു 1.5 വയസ്സുള്ള ഒരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ? വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് പാലക്കാട് ചെറുപ്പുളശ്ശേരി വെള്ളിനേഴിക്ക് സമീപം ഉണ്ടായിരിക്കുന്നത്. വെള്ളിനേരി സ്കൂളിന് സമീപത്തുള്ള ഫാമിനകത്തെ വാട്ടർ ടാങ്കാണ് പൊട്ടിയത്. ഇത് നെല്ലിപ്പറ്റക്കുന്ന് ഫാമിനകത്തെ വാട്ടർ ടാങ്ക് പൊട്ടിയാണ് അമ്മയും കുഞ്ഞും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ബംഗാൾ സ്വദേശിയായിട്ടുള്ള സ്ത്രീയും കുട്ടിയുമാണ് മരിച്ചത്. ഇവരുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇന്ന് ഇവർ ഇതിന് സമീപത്തിരുന്ന് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് സംഭവ സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി നിഖിൽ ദേവരാജ് ഉണ്ട്. അദ്ദേഹം നൽകുന്ന വിവരം പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെ അതിന്റെ സമീപത്തിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഇത് പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു കാലഹരണപ്പെട്ട ഒരു വാട്ടർ ടാങ്കാണിത്. ഈ ടാങ്ക് ആ സമയത്ത് പൊട്ടി വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 30-കാരി ശ്യാമിലി, 1.5 വയസ്സുള്ള അവരുടെ മകൻ സ്വാമി റാം എന്നിവരാണ് മരിച്ചത്. 2 പേരാണ് മരിച്ചത്. ഉടനെ തന്നെ അവിടെയുള്ള പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും 2 പേരുടെയും മരണം അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് മാത്രമേ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ ടാങ്ക് അത്യാവശ്യം കാലഹരണപ്പെട്ട ഒരു ടാങ്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ടാങ്കാണ്. ഈ ഫാമിലേക്ക് ആവശ്യമായ മുഴുവൻ വെള്ളവും എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ ടാങ്കാണ്. ആ ടാങ്കാണ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടാനുണ്ടായ ഒരു കാരണം എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ ടാങ്ക് പൊട്ടിയാണ് ഈ അപകടം ഉണ്ടായത്. അതേ തുടർന്ന് ഇതിന്റെ സമീപത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്ന 2 പേര്, ഈ പശുവിനെയൊക്കെ വളർത്തുന്ന ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു ഫാമാണ്. അവിടെയാണ് ഇപ്പോൾ ആ ടാങ്കാണ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഈ ടാങ്ക് പൊട്ടിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. ചെറുപ്പുളശ്ശേരി പോലീസ് അടക്കം സംഭവ സ്ഥലത്തേക്ക് തിരിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആൻമരിയ, നിഖിൽ, കാലഹരണപ്പെട്ട ഒരു ടാങ്ക് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നിഖിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഇന്ന് തന്നെ അല്ല എങ്കിൽ പോലും മറ്റൊരു ദിവസമാണെങ്കിൽ പോലും ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കാലഹരണപ്പെട്ട ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഫാമിലേക്കടക്കം ഇത്തരം വെള്ളം ശേഖരിക്കുന്ന ഈ ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൂടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ പ്രതികരണം കാണാൻ കഴിയുമോ എന്ന് നോക്കാം. പശുക്കളി വെച്ച് ചെറിയൊരു ഫാം നടക്കുന്നുണ്ട്. അതിന് ജോലിക്കാരായിരുന്നു വസുദേവ്, അയാളുടെ ഭാര്യ, കുട്ടിയൊക്കെ ഇവിടെ 6 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്, ഫാം തുടങ്ങിയിട്ട് അവർ താമസം. നിഖിൽ, നമുക്കിപ്പോ ആ വാർഡ് മെമ്പറിന്റെ ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. നിഖിൽ, തുടരൂ. തീർച്ചയായും എന്തായാലും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ചെറുപ്പുളശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഫാമിനകത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടനെ ആളുകൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതാണ് ഈ സംഭവം നടന്ന അല്പസമയം കഴിഞ്ഞ ശേഷം മാത്രമാണ് പ്രദേശവാസികളൊക്കെ വിവരം അറിയുന്നത്. അതിന് മുൻപ് തന്നെ ഈ അമ്മയും കുഞ്ഞും ഈ വാട്ടർ ടാങ്കിന് അടിയിൽ കിടന്ന്, അതായത് ഈ കല്ലിന് അടിയിൽ കിടന്ന് അവരുടെ മരണം സംഭവിച്ചിരുന്നു. കൂടുതൽ പോലീസും അതോടൊപ്പം തന്നെ ഇവരെ രക്ഷിക്കാനുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തിച്ചേരുമ്പോഴേക്കും തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും മറ്റ് ആളുകൾക്കൊന്നും തന്നെ പരിക്കില്ല. ഈ 2 പേരെയും, അമ്മയും കുഞ്ഞിനെയും, അവരുടെ മൃതദേഹം ഇതിനോടകം തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, പാലക്കാട് ചെറുപ്പുളശ്ശേരി വെള്ളേനിക്ക് സമീപമാണ് വാട്ടർ ടാങ്ക് പൊട്ടി വീണ അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ബംഗാൾ സ്വദേശിയായ ഷാമിലിയും കുഞ്ഞുമാണ് മരിച്ചത്. ഈ ടാങ്കിന് കാലഹരണപ്പെട്ട ടാങ്കായിരുന്നു. ഇത് പൊട്ടി വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ്.